ഇവിടെ പറയുന്ന കഥകൾ സാങ്കല്പികം മാത്രമാണ്. കഥകളെ കഥകളായിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. രാമുവും കുട്ടിച്ചാത്തനും. പണ്ട് ഒരു ഗ്രാമത്തിൽ രാമു എന്നൊരു പാവപ്പെട്ട കർഷകൻ ജീവിച്ചിരുന്നു. അയാൾക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ലായിരുന്നു. രാമു ദിവസവും പാടത്ത് പണിയെടുത്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം രാമു പാടത്ത് കിളച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുടം കിട്ടി. ആ കുടം തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്ന് കുട്ടിച്ചാത്തൻ പുറത്തുവന്നു. പക്ഷെ രാമു അത് ശ്രദ്ധിച്ചില്ല. അന്ന് രാത്രി ഉറങ്ങുമ്പോൾ കുട്ടിച്ചാത്തൻ രാമുവിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് ഗ്രാമത്തിലെ പഴയ കിണറിനടുത്ത് ഒരു നിധിയുണ്ടെന്ന് പറഞ്ഞു. അവിടെയുള്ള ഒരു വെള്ളക്കല്ലിന്റെ താഴെയായിട്ട് ഒരു ചെമ്പ് തകിടിൽ നിധിയുടെ സൂചനയുണ്ടെന്നും പറഞ്ഞു. രാമു പിറ്റേന്ന് രാവിലെ ആ കിണറിനടുത്തെത്തി. അവിടെയുള്ള ഒരു വെള്ളക്കല്ലിന്റെ താഴെയായി ഒരു ചെമ്പ് തകിട് കണ്ടു. അതിൽ കിണറ്റിന്റെ 7ാമത്തെ കൽക്കെട്ടിനടുത്താണ് നിധിയുള്ളതെന്ന് എഴുതിയിരുന്നു. രാമു കിണറ്റിലിറങ്ങി വെള്ളത്തിലൊക്കെ കഷ്ടപ്പെട്ട് ഊളിയിട്ട് ചെന്ന് നോക്കിയപ്പോൾ 7ാമത്തെ കൽക്കെട്ടിനടുത്ത് നിന്ന് രാമുവിന് ഒരു കുടം കിട്ടി. ആ കുടത്തിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. രാമുവിന് ഒരുപാട് സന്തോഷമായി. ആ നിധി ഉപയോഗിച്ച് രാമു കുറച്ച് ഭൂമി വാങ്ങി കൃഷി ചെയ്തു. രാമു കഠിനാധ്വാനം ചെയ്ത് കൃഷി ചെയ്തു. കുറച്ചു കാലം കൊണ്ട് രാമു നല്ലൊരു കർഷകനായി മാറി. രാമുവിന് നല്ല വിളവ് കിട്ടി. രാമുവും കുടുംബവും സന്തോഷത്തോടെ ജീവിച്ചു. രാമു കുട്ടിച്ചാത്തനോട് എന്നും നന്ദിയുള്ളവനായിരുന്നു. കുട്ടിച്ചാത്തൻ ശല്യക്കാരനാണെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണെന്ന് രാമു മനസ്സിലാക്കി. Subscribe for more. Thank you.